അറബി മാന്ത്രികത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുടുംബങ്ങളെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്ത് സാമ്പത്തികപരമായ ഭദ്രതക്കുറവാണ്. സാമ്പത്തികം ഉണ്ടായിട്ട് അത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ച് കടക്കാരായി തീർന്നതിന് ശേഷം കുടുംബം തകർന്നു പോകുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലെ അനവധി ആളുകളിൽ നിന്ന് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ നല്ല നിലയിൽ നല്ല സാമ്പത്തികത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയും കുട്ടികളും എല്ലാം കൂടെ എല്ലാവരും സന്തോഷമായിട്ട്, ബന്ധുജനങ്ങളെല്ലാം വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഉണ്ട്, നാടും നാട്ടാരും എല്ലാവരും കൂടെ ഉണ്ട്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ കടക്കാരനാകുന്നതോടുകൂടി എല്ലാവരും നമ്മളെ വിട്ടുപിരിയുന്ന അവസ്ഥ, ഏറ്റവും ഒടുവിൽ സ്വന്തം ഭാര്യ വരെ ഉപേക്ഷിക്കുന്ന അവസ്ഥ. ഈ നിലയിൽ ഈ ലോകത്തിൽ നിരവധി ആളുകളുണ്ട്. കാരണം നമ്മളെ വിളിക്കുന്നവരുടെ അനുഭവം വെച്ചാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. കേവലം സമ്പത്തിൻ്റെ പേരിലല്ല ഒരു കുടുംബം എന്ന് പറയുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കൂടെ നിൽക്കുന്നതാണ് കുടുംബം. സമ്പത്തെന്നുള്ളത് വരികയും പോവുകയും ചെയ്യുന്നൊരു ഘടകമാണ്. കാരണം ബുദ്ധി കൊണ്ടോ ബുദ്ധിമോശം കൊണ്ടോ ഒക്കെ സമ്പത്തുണ്ടാകുകയും നശിക്കുകയും ഒക്കെ ചെയ്യും. അവിടെ നമുക്ക് വേണ്ടത് എല്ലാവരുടെയും പിന്തുണയാണ് വേണ്ടത്. നമുക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുടുംബത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്തുണ നഷ്ടപ്പെടുന്നതോടുകൂടി ആ മനുഷ്യൻ നിസ്സഹായനായി മാറുന്നു. പലരും കണക്ക് ചോദിക്കുന്നു, കൊടുക്കുവാൻ മാർഗമില്ലാത്ത അവസ്ഥയാകുന്നു. കുടുംബം ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയാണ്. നമ്മൾ കുടുംബത്തിന് സമ്പത്തുണ്ടാകാൻ വേണ്ടിയാണ് റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വിധിയാൽ അത് നഷ്ടത്തിൽ കലാശിക്കുന്നു. ചിലർക്ക് സ്വന്തം ഭവനം വരെ നഷ്ടപ്പെട്ടു പോകുന്നു, സകലതും നഷ്ടപ്പെട്ടു പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ കുടുംബം അടക്കം നഷ്ടപ്പെട്ടു പോകുന്നു. മാരകമായ സിഹറുകൾ ബാധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പല ആളുകളും ഇതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള അവസ്ഥയിലാണ് ഞങ്ങളെപ്പോലെയുള്ളവരെ സമീപിക്കുന്നത്. അപ്പോഴേക്കും എല്ലാം തീർന്നു കഴിഞ്ഞു കാണും. പലരെയും യാതൊരു വിധത്തിലും സഹായിക്കാൻ കഴിയാത്ത വിധം അവരെ അധപ്പതിച്ചിട്ടുണ്ടാവും. സിഹറുകൾ ബാധിക്കുന്ന ഒരു വ്യക്തിക്ക് ധനാകർഷണവും സ്നേഹാകർഷണവും പറ്റേ പാടെ പോയിരിക്കുന്ന മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും, ഒരു ബാങ്ക് ആണെങ്കിൽ 3 മാസം കൂടുമ്പോൾ അവരെ ലാഭത്തിനെ കുറിച്ചൊരു കണക്കെല്ലാം അവരുണ്ടാക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 3 മാസം കൂടുമ്പോൾ എനിക്കത് ലാഭമാണോ നഷ്ടമാണോ എന്നെങ്കിലും നമ്മൾ പരിശോധിക്കണം. നമുക്ക് പാർട്ട്ണർമാരുണ്ടെങ്കിൽ അവർ നമുക്ക് അനുയോജ്യരാണോ എന്ന് പരിശോധിക്കണം. നമ്മൾ ആളുകളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ തയ്യാറാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ സാമ്പത്തികത്തെ ഉയർത്താനായിട്ട് ശ്രമിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ആളുകൾ പൈസ എവിടുന്നെങ്കിലും വന്നോട്ടെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഒരു പ്ലാനും പദ്ധതിയും ഇല്ലാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിട്ട് മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച്, അവരുടെ ഉറപ്പ് വിശ്വസിച്ച്, അതിനുവേണ്ടി കടം വാങ്ങി ഇറങ്ങി പുറപ്പെട്ട് വലിയ കടക്കാരനായി മാറുന്ന ദുരനുഭവങ്ങൾ ഇവിടെ നിരന്തരം നടക്കുന്നുണ്ട്. ഇതിലൂടെ അവർക്ക് സ്വത്തുവകകൾ മാത്രമല്ല, സ്വന്തം കുടുംബം വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിരിക്കുന്ന ഒരു പ്ലാനും പദ്ധതി ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ വ്യാപാരങ്ങളെ ഓരോ നിമിഷവും നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധം നമ്മുടെ കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ കഴിയും. ഇവിടെ അറബി തത്സമാത്തിൽ ഇതിനൊക്കെ ധാരാളം വഴികളുണ്ട്. കൃത്യമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാര്യങ്ങൾ കൃത്യമായി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട്, അയാൾക്ക് ആപത്തുകൾ വരുന്നുണ്ടെങ്കിൽ അതിനു മുൻപേ അതിനുള്ളതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാളെ പല ചതികളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ഇങ്ങനെ രക്ഷപ്പെട്ട നിരവധി ആൾക്കാരുണ്ട്. നമുക്ക് കടങ്ങളും പ്രാരാബ്ദങ്ങളും വന്നു കഴിഞ്ഞിട്ടല്ല നമ്മളതിനെ പ്രതിവിധിക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തെ കൃത്യമായിട്ടും ഉറപ്പ് വരുത്തണം. ഇൻഷുർ ചെയ്യുക എന്ന് പറയും. ഇൻഷുർ ചെയ്യുന്ന എന്തിനാ? അത് ഇൻഷുറൻസ് കമ്പനികളിൽ പൈസ കൊടുത്തിട്ട് ഇൻഷുർ ചെയ്യുന്നത്. അത് മാത്രം പോരാ. നമ്മുടെ ബിസിനസ് പൊളിയില്ല എന്നും നമ്മളിതുകൊണ്ട് നേട്ടമുണ്ടാക്കുമെന്നും കുടുംബം വളർത്തിയെടുക്കാൻ കഴിയുമെന്നും സമ്പന്നനാകാൻ കഴിയുമെന്നും ഉറപ്പുവരുത്താൻ കഴിയണം. അതിന് ഈ കർമ്മങ്ങളൊക്കെയും നമ്മുടെ തത്സമാത്തിലുള്ള കർമ്മങ്ങളൊക്കെ വളരെയേറെ ഫലം ചെയ്യുന്നതാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തികച്ചും തകർന്നു കഴിഞ്ഞിട്ടല്ല ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇറങ്ങേണ്ടത്. നമുക്ക് നല്ല ഒരു കാലം ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മളെ നോക്കണം. പലതരത്തിലുള്ള സിഹറുകൾ ബാധിക്കും. കണ്ണേർ മുതൽ അങ്ങോട്ട് എണ്ണിയാൽ തീരാത്ത അഭിചാരം വരെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യത വരും. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയുന്നതിലൂടെ വലിയൊരളവ് വരെ നമുക്ക് പ്രയാസങ്ങളിൽ രക്ഷ നേടാൻ പറ്റും. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവരത് ഷെയർ ചെയ്യുക. ഇവിടുത്തെ സഹായം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.